15 ഏക്കർ വിശാലമായ അത്തിപ്പഴത്തോട്ടം തുർക്കിയിലോ മൊറോക്കോയിലോ ഈജിപ്തിലോ അല്ല, നമ്മുടെ രാജസ്ഥാനിലാണ്. കഥ പറയാം. രാജസ്ഥാനിലെ കേവല ഗ്രാമത്തിലാണ് അർജുൻ സിംഗ് രാജ് പുരോഹിത്തിൻ്റെ അത്തിപ്പഴത്തോട്ടം. അർജുൻ സിംഗ് രാജ് പുരോഹിത്. ദീർഘനാളത്തെ അന്വേഷണങ്ങൾക്കൊടുവിൽ സുഹൃത്ത് മനീഷിൻ്റെയും ശ്യാമിൻ്റെയും സഹായത്തോടെയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. 15 ഏക്കറിൽ നട്ടു നനച്ചു വളർത്തിയെടുത്ത 1500-ലേറെ അത്തിമരങ്ങൾക്ക് നിലവിൽ വിളവെടുപ്പ് കാലമാണ്. ഈ കാലയളവിൽ തന്നെ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. ഈ വീഡിയോ ചിത്രീകരിക്കാൻ ജോധ്പൂരിൽ നിന്നും ഏകദേശം 3-3.5 മണിക്കൂർ സമയം ഉൾഗ്രാമങ്ങളിലൂടെ മാത്രം സഞ്ചരിച്ചാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. ഒരു തനിനാടൻ ഗ്രാമത്തിനകത്ത് ഒരു ഗംഭീര തോട്ടം. ലാജവാബ്. ഒരാൾ പൊക്കമുള്ള അത്തിമരങ്ങളാണ് തോട്ടത്തിലുള്ളത്. അതിൽ നിറയെ ഫലങ്ങളുണ്ട്. ഫലങ്ങൾക്ക് കിളികളിൽ നിന്നും സംരക്ഷണമൊരുക്കാൻ മുകളിൽ ഭംഗിയായി വലകൾ ക്രമീകരിച്ചിരിക്കുന്നു. ആദ്യഘട്ട വിളവെടുപ്പ് കഴിഞ്ഞ് പഴങ്ങൾ ഉണക്കിയെടുക്കുന്ന തിരക്കിലാണ് നിലവിൽ ജീവനക്കാർ. അതിനായി പ്രത്യേകം ടെൻറ്റുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ശേഷം ഇതുപോലെ കയറുകളിൽ കോർത്തെടുക്കുന്ന ജോലിയാണ്. പിന്നീട് മാർക്കറ്റിലേക്ക്. അത്തിപ്പഴം മരങ്ങളിൽ നിന്നും പറിച്ചെടുത്ത് പിന്നീട് ഉണക്കിയെടുത്തതിന് ശേഷം ഇതേ രീതിയിലാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. അതിൻ്റെ യഥാർത്ഥ ഫലം ഇതാ ഇങ്ങനെയാണ്. ഒന്ന് കഴിച്ചു നോക്കാം. ബിസ്മില്ലാ. അതീവ രുചികരം, വളരെ വ്യത്യസ്തമായൊരു ടേസ്റ്റ്. യഥേഷ്ടം അത്തിപ്പഴങ്ങൾ മരങ്ങളിൽ നിന്നും പറിച്ചു കഴിക്കാൻ അനുവാദം നൽകിയാണ് അർജുൻ സിംഗ് ഞങ്ങളെ തോട്ടത്തിലേക്ക് അയച്ചത്. ഈ തോട്ടത്തിലൂടെ ഇങ്ങനെ വെറുതെ നടക്കുന്നത് തന്നെ വല്ലാത്തൊരനുഭവമാണ്. ഒപ്പം അത്തിപ്പഴങ്ങളുടെ ചെറു മധുരം കൂടിയായപ്പോൾ കാഴ്ചകൾക്ക് ഇരട്ടി മധുരം കൈവരുന്നു. തുർക്കി, ഈജിപ്ത്, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളാണ് അത്തിപ്പഴം വിളവെടുക്കുന്നതിൽ മുൻപന്തിയിൽ. 12ാം സ്ഥാനമാണ് നമ്മുടെ രാജ്യത്തിന്. 8 വർഷങ്ങൾ നീണ്ട പ്രയത്നങ്ങൾക്കൊടുവിലാണ് കൃഷി ലാഭത്തിലെത്തിയത്. ആദ്യഘട്ടങ്ങളിൽ നേരിട്ട വലിയ നഷ്ടങ്ങൾ പോലും പരിഹരിക്കപ്പെട്ടത് ക്ഷമയോടെ ഈ ശ്രമം തുടർന്നതിൻ്റെ ഫലമായാണ്. അത്തിപ്പഴത്തേക്കാൾ മധുരമുള്ള വലിയൊരു അധ്യായമാണ് അർജുൻ സിംഗ് തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും എനിക്ക് സമ്മാനിച്ചിരിക്കുന്നത്. രാജസ്ഥാനിലെ ഗ്രാമീണ രീതിയിൽ ഒരു പിഞ്ഞാണം ചായയും 2 പാക്ക് അത്തിപ്പഴങ്ങളും കൂടി നൽകിയാണ് അർജുൻ സിംഗ് ഞങ്ങളെ യാത്രയാക്കിയത്. ഇന്ത്യയിൽ എന്തുമാത്രം വൈവിധ്യങ്ങളുണ്ടോ അതുപോലെ വൈവിധ്യങ്ങൾ നിറഞ്ഞതും എന്നാൽ രാജകീയവുമായൊരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഒട്ടേറെ മധുരമുള്ള കഥകളുമായി നമുക്ക് വീണ്ടും കാണാം.